രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതായിട്ട്. സവർക്കർ ഒരു പുസ്തകത്തിൽ 5 or 6 കൂട്ടുകാർക്കൊപ്പം ഒരു മുസ്ലിമിനെ തല്ലി ആഹ്ലാദിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അങ്ങനെ ഒരു പുസ്തകത്തിലും ഇല്ല. ഇവർക്ക് പ്രത്യേകിച്ച് സവർക്കറുടെ കുടുംബത്തിലെ എല്ലാവരും എല്ലാ പുസ്തകങ്ങളും വായിച്ചു കാണുമല്ലോ, അവൈലബിളായ പുസ്തകങ്ങൾ. അത് ഓട്ടോബയോഗ്രഫിയിലാണ് വരേണ്ടത്, അതിലെന്തായാലും ഇല്ല. 1857 സ്വാതന്ത്ര്യ സമരത്തിനെ പറ്റിയിട്ടാണ് ഒരു പുസ്തകം, അതിൽ വരേണ്ട കാര്യവുമില്ലല്ലോ ഇങ്ങനത്തെ സംഭവം. അപ്പോൾ ഇത് അന്ന് ആദ്യത്തെ മജിസ്ട്രേറ്റ് ഇത് പുന്നെ പോലീസ് ഇത് അന്വേഷിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. മറ്റേ സവർക്കർ എവിടെയെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ, രാഹുൽ ഗാന്ധി ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മാനനഷ്ടം. ഇങ്ങനെ ഈ സവർക്കർക്കെതിരെ ഗോഡ്സെക്കെതിരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഗോഡ്സെ RSSകാരനാണ് എന്ന് പറഞ്ഞതിന് 3 സ്ഥലത്ത് 3 കോടതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. കാരണം അയാൾ ഹിന്ദു മഹാസഭയുടെ ആളായിരുന്നല്ലോ. ഇന്ദിരാഗാന്ധിയാണ് ഈ സവർക്കറുടെ പേരിലുള്ള സ്റ്റാമ്പ് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്താണ് ഇറക്കിയിരിക്കുന്നത്. അപ്പം അത്ര കളങ്കിതരാണെങ്കിൽ അങ്ങനെ ഇറക്കാൻ തയ്യാറാവില്ലല്ലോ ഒരു പ്രധാനമന്ത്രി അല്ലേ? ഇവരൊക്കെയുള്ള കാലത്താണ്, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് സവർക്കർ മരിച്ചുപോയത്. എന്നിട്ട് സവർക്കർ MP അല്ല. അന്ന് CPMന്റെ ഹിരൺ മുഖർജിയാണ് ലോക്സഭയിൽ എഴുന്നേറ്റിട്ടേ നമുക്ക് ചരമോപചാര പ്രസംഗം വേണമെന്ന് പറഞ്ഞത്. MP-മാരും മരിക്കുമ്പോൾ, മുൻ MP-മാരൊക്കെ മരിക്കുമ്പോൾ ലോക്സഭയിൽ, അതുപോലെ MLA-മാര് മരിക്കുമ്പോൾ, മുൻ MLA-മാര് മരിക്കുമ്പോൾ നിയമസഭയിലും നടക്കും. ഇത് സവർക്കറുടെ പേരിൽ നടന്നു. കോൺഗ്രസ്സുകാരും ഒക്കെ ഇദ്ദേഹം മഹാനാണെന്ന് സംസാരിച്ചതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.